പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസായിട്ട് വരും. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണേ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ. കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിന് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടുപിടി അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നോട്ട് തരും. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് അത്ര കണ്ട് ബന്ധമില്ലാത്തവർക്കും പരിശുദ്ധാത്മാവ് നോട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇവന് എന്തെങ്കിലും ഇപ്പം ദൈവമില്ലാതെ നടക്കണമെങ്കിലും ഇവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോങ്ങി ഇവൻ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കണില്ല. എന്താ കാര്യം? നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ തോന്നിയതായിരിക്കും. അങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് പറയേണ്ട സംഭവം ഇല്ല മക്കളെ. ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്ന് പറയത്തില്ലേ, ഇന്ന ആൾ ഇന്ന വിഷയത്തിന് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയിൽ അയാൾ സുഖപ്പെടും, അയാളുടെ രോഗം ഇന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഒന്നും സിനിമ പോലെ കാണിച്ചിട്ട് പറഞ്ഞതല്ല, ആന്തരികമായ സൂചനകളാണ്. ആന്തരിക സൂചനകൾ. ആ സൂചനകളെ ഞങ്ങളത് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും. എന്നിട്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അത് പറയും. അപ്പം നമുക്കൊരു ആന്തരിക ബോധ്യം കിട്ടും. അത് തോന്നലല്ലത്. ഈ തോന്നൽ ആണ് ഉണ്ടാകണമെങ്കിലും ചില ആൾക്കാർക്ക് ഇത്തിരി കൂടി ദൈവമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് അത് ബോധ്യമായിട്ട് മാറും. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഈ വോൾട്ടേജ്, ഡിമിനിഷിങ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയത്തില്ല. 1 തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വചനം അത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് പല ഗ്രേഡ് ഓഫ് പവറുണ്ട്, പവർ സ്റ്റേജ് ഉണ്ട്. ഇപ്പം നിർവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറഞ്ഞ് ഇനാക്റ്റീവായിട്ട് വരും. നമ്മളിൽ ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ കൂടുന്നതനുസരിച്ചുകൊണ്ട് നമ്മളുള്ള പരിശുദ്ധാത്മ ഡിമിനിഷ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു 30-35% വോൾട്ടേജേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളെങ്കിൽ നമുക്ക് വരാവുന്ന പ്രശ്നം ഇതുപോലെ തോന്നലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കും, എനിക്ക് തോന്നിയായിരിക്കും, അത് അങ്ങനെയൊന്നും അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണ. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മളത് ആ ഒരു തള്ളിക്കളയും. അപ്പം അത് എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഓർത്തേക്കണം, ദൈവത്തിൽ നിന്ന് വിഷയബന്ധിയായിട്ട് ഒരിക്കലും ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻ സാധ്യമല്ല. വ്യക്തിബന്ധിയായിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം
ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പം എനിക്ക് യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പം നോർമലായിട്ട് കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ശരിക്കും പറയുവാണെങ്കിൽ 2023 മാർച്ച് 17 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥതയും കാലുവേദനയൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുമ്പളങ്ങിയിൽ നിന്ന് ആലപ്പുഴ വരെ 2 വീലറിന് യാത്ര ചെയ്ത് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉള്ളതെന്ന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളിൽ എനിക്ക് അസ്വസ്ഥതകൾ കൂടി വന്നു. ആ മാസം തന്നെ 29-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ശരിക്കും ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പം ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ കുറേ കോംപ്ലിക്കേഷൻസൊക്കെ വന്നു. 3 മാസത്തെ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു എനിക്ക് സെർവിക്സിന് ലെങ്ത്ത് കുറവാണ്, അപ്പം സ്റ്റിച്ചിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ അഡ്മിറ്റായി സ്റ്റിച്ച് ഇടാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് മാതാവ് തന്ന കുഞ്ഞാണല്ലോ, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് സ്റ്റിച്ച് ഇടാതെ അന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എന്തായാലും അത് ശരിയാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ 5-ാം മാസമായി സ്കാനിങ്ങിന് ചെന്നപ്പോഴേക്കും നോർമലായിട്ട് എൻ്റെ സെർവിക്സിൻ്റെ ലെങ്ത്ത് കൂടിയെന്നും ഇനി സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമായി. പക്ഷെ അത് കഴിഞ്ഞ് 6-ാമത്തെ മാസം ആയപ്പോഴേക്കും എനിക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കൂടി, ഇൻസുലിൻ എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 7-ാമത്തെ മാസം ആയപ്പോഴേക്കും എൻ്റെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് കുഞ്ഞിന് വളർച്ചയില്ലാത്ത ഒരവസ്ഥ, ഫ്യൂച്ചർ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് നോർമലായിട്ട് വെയിറ്റ് വെക്കാത്ത ഒരവസ്ഥ ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള എല്ലാ 2 വീക്സ് കൂടുമ്പോഴും സ്കാൻ ചെയ്യണം, എന്നിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ ഒട്ടും വെയിറ്റ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു കുഞ്ഞിനെ പുറത്തെടുത്താലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഓർത്ത് ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് എനിക്കിങ്ങനെ എല്ലാ മാസവും ഓരോ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ പിന്നെ എനിക്കിങ്ങനെ ഒരു ബോധ്യം ഉണ്ടായി, എനിക്ക് ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു തന്ന് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടായിരിക്കും എനിക്കിങ്ങനെ ഓരോരോ കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് തമാശയായിട്ടാണെങ്കിലും പറയുമായിരുന്നു, ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയുമ്പം എൻ്റെ സാക്ഷ്യം ചെറുതായി പോവാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തരുവാണെന്ന്. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുക്കി പിടിച്ചു. ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ 8-ാം മാസം അവസാനം, അപ്പോൾ ഓരോ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ ഒന്നുമില്ല, പക്ഷേ വെയിറ്റ് വെക്കുന്നില്ല, കുഞ്ഞിന് അത്ര കാര്യമായിട്ട് വെയിറ്റ് വെക്കുന്നില്ല. അപ്പം 8-ാമത്തെ മാസം അവസാനം ആയപ്പോഴേക്കും ഇതേപോലെ ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചാണ് സ്കാനിങ്ങിന് ടേബിളിൽ കിടന്നത്. അപ്പോൾ ഡോക്ടർ പതിവിനേക്കാൾ കൂടുതലായിട്ട് സമയമെടുത്ത് സ്കാൻ ചെയ്യുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ സ്കാൻ ചെയ്തു. അപ്പം ഞാൻ ടെൻഷനോട് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ ഇങ്ങനെ പിന്നെ സ്കാൻ ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ FGR ഉള്ള പിള്ളേർ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും വെയിറ്റ് വെക്കില്ല, ഇതൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ കൊച്ചിന് നോർമൽ വീക്കിൽ വേണ്ട വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഡോക്ടറിന് തന്നെ അത് ഒരു വിശ്വാസം ഇല്ലാഞ്ഞിട്ട് 2 തവണ സ്കാൻ ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഭയങ്കര വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൃപാസനം പത്രം വിതരണം ചെയ്യുമായിരുന്നു. സാധിക്കുന്നവരോടൊക്കെ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവണതിന് മുന്നേ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി ഞങ്ങൾ കുർബാന കൂടി അവിടെ വന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പത്രമൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരാളിങ്ങനെ നടന്ന് പത്രം കൊടുക്കുന്നത് കണ്ടിട്ട് കുറേ ചേച്ചിമാരൊക്കെ വന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരു ചേച്ചി വന്ന് എൻ്റെ വയറിൽ കുരിശൊക്കെ ഇട്ടിട്ട് ഇതൊരു ബ്ലെസ്ഡ് ബേബി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പിന്നെ ഡെലിവറിക്ക് പോയത്. അങ്ങനെ 2023 നവംബർ 13-ാം തീയതി ഒരു കുഴപ്പമില്ലാതെ നോർമൽ വെയിറ്റുള്ള ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അത് കഴിഞ്ഞ് കുഞ്ഞിന് ബ്ലഡിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഒരു 3 ദിവസം NICUവിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നെങ്കിലും ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ സാധിക്കുന്ന പോലുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ആ സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് ഈ പ്രഗ്നൻസി ടൈമിൽ ബൈബിൾ ഫുൾ വായിച്ച് തീർത്തു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആ സമയത്ത്, ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന വേറൊരു കാര്യമായിരുന്നു, എൻ്റെ അപ്പന് എല്ലാ വർഷവും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമായിരുന്നു. അതായത് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചൂട് കൂടുന്ന സമയത്ത് എപ്പോഴും എല്ലാ വർഷവും കിഡ്നി സ്റ്റോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു 4-5 തവണ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ എപ്പോഴും ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും അറിയാവുന്നത് കൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പാരൻസിൻ്റെയും ഇൻലോസിൻ്റെയും ആരോഗ്യം എന്നുള്ളൊരു നിയോഗം വെച്ചിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം ആലോചിച്ചിരുന്നു. ഇത്തവണ അവിടെ ഇത്രയും ചൂട് വന്നിട്ടും ആ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പന് ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല. അപ്പോൾ അതും ഉടമ്പടി വഴി ഈശോ മാറ്റി തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ വെച്ചിരുന്ന മറ്റൊരു നിയോഗമാണ് എൻ്റെ അനിയത്തിക്ക് ഒരു ജോലി വേണം എന്നുള്ളത്. അവൾക്കൊരു ജോലിക്ക് വേണ്ടി അവൾ ഇൻഫോ പാർക്കിൽ തന്നെ ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അവൾ ആഗ്രഹിച്ച പോലൊരു കമ്പനിയിൽ അവൾക്ക് ജോലി ലഭിച്ചു. ഈ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് എബിമോൾ. ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ വസ്തു വിൽപ്പനയും ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനെയും പറ്റിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 27-ാം തീയതിയാണ്. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു. കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷക പ്രവർത്തനവും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു. സ്ഥലം കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്ഥലത്തിന് ഉപ്പ് കൊണ്ട് എല്ലാ സ്ഥലത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എല്ലാം തളിക്കുമായിരുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹിന്ദുവാണ്, പറയാൻ മറന്നു, ഞാൻ ഹിന്ദുവാണ്. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി കുറേ അമ്പലങ്ങളിലും എല്ലാ വഴിപാടും പൂജയും എല്ലാം ചെയ്തിരുന്നു. അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഒരു മുസ്ലിംസിൻ്റെ പള്ളിയിൽ പോയി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അതും നടന്നില്ല. ലാസ്റ്റ് എനിക്ക് കൊച്ചിൻ്റെ അംഗൻവാടിയിൽ ഒരു ഹെൽപ്പറാണ് അവർ കൃപാസനം പത്രം കൊണ്ട് തന്നത്. ആ കൃപാസനം പത്രം കൊണ്ട് തന്ന ആ ചേച്ചിയാണ് കൃപാസനത്തിൽ വന്നിട്ട് പോലും ഇല്ല. അവർക്ക് എവിടുന്നോ ഒരു കിട്ടിയ പത്രം ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അത് പ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് 2023 മാർച്ച് 27-ാം തീയതി ഉടമ്പടി എടുത്തു. അന്ന് കഴിഞ്ഞ് വെച്ചിട്ട് തന്നെ 15-ാമത്തെ ദിവസം ഞങ്ങൾക്ക് സ്ഥലക്കച്ചവടത്തിൻ്റെതും ശരിയായി ഉടമ്പടി എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചതിലും വില കിട്ടി, അതും കൊടുക്കാൻ പറ്റി. അത് ഇതുപോലെ ആൾക്കാർ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത ഗ്ലാസ്സയിലും എല്ലാം തേച്ചിട്ടായിരുന്നു ഉടമ്പടി തൈലം തേച്ചിട്ടാണ് വെള്ളം കൊടുത്തത്. പിന്നെ എൻ്റെ കാലിന് നല്ല നീരുണ്ടായിരുന്നു. അതും ഉടമ്പടി തൈലം തേച്ചും തേൻ കുടിച്ചും അതും മാറിക്കിട്ടി. കാരുണ്യ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. പാലിയേറ്റീവിൻ്റെ വണ്ടിയിൽ വെള്ളിയാഴ്ചകളിൽ പോകും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ബസ് സ്റ്റാൻഡുകളിൽ ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം പത്രം കൊണ്ട് കൊടുക്കും. പിന്നെ അവിടെ അടുത്തൊരു അച്ഛൻ വയ്യാതിരിപ്പുണ്ടായിരുന്നു. ആ അച്ഛന് ഞാനിതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. ഇടയ്ക്കൊക്കെ അച്ഛനെ പോയി കാണും, നഖം വെട്ടി കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലി ഓസ്ട്രേലിയയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം ശരിയായി. ആദ്യം ഞങ്ങൾക്കൊരു ഫാമായിരുന്നു, അത് വിജയമൊന്നും കാണാതെ വന്നപ്പം പിന്നെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ഓസ്ട്രേലിയയിലേക്ക് പോകാനും നോക്കി. ജർമ്മനിയിലേക്കൊക്കെ ആദ്യം പോയി നോക്കി, അതൊന്നും ശരിയായില്ല. പിന്നെ ഓസ്ട്രേലിയയിലേക്കുള്ളത് ഇപ്പം ശരിയായി. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതും ശരിയായത്. പിന്നെ വേറെ പിള്ളേർക്കുള്ളതാണ് അസുഖങ്ങളാണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളും പാലുണ്ണിയൊക്കെ അങ്ങനെയുള്ളതും ചിക്കൻ ബോക്സ് പോലെ കാല് കൊമ്മള വന്ന് അതെല്ലാം ഉടമ്പടി തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അതും മാറിക്കിട്ടി. കാരുണ്യ പ്രവർത്തനവും ഇതേപോലെ പത്രം വയ്യാത്ത ആൾക്കാരെ കാണാൻ പോകുന്നതും പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുക, ഇതുപോലെ ഷെയർ ചെയ്യുക എല്ലാം ചെയ്യും. അരമണിക്കൂർ ബൈബിളും വായിക്കും, കൊന്തവും ചൊല്ലുകയും ചെയ്യും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി. അമ്മ മാതാവിനും തുലുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സാജൻ അബ്രഹാം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2017 മുതൽ എനിക്ക് രക്തത്തിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ രോഗമുണ്ടായിരുന്നു. 2021 ആയപ്പോഴത്തേക്കും ആ രോഗം എനിക്ക് കലശലായി.
ചികിത്സ കൊണ്ടൊന്നും മാറാതെ വന്നു. അപ്പോൾ 2022 എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എല്ലാവരും കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ രോഗം മാറാൻ വേണ്ടി നീ കൃപാസനത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. 2022 സെപ്റ്റംബർ 28 ഞാൻ കൃപാസനത്തിൽ വന്ന് എൻ്റെ രോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2022 സെപ്റ്റംബർ 22 പ്രാർത്ഥന തുടങ്ങി.